എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 11 പാർട്ടുകളായി നമ്മൾ ടോട്ടൽ 2 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കി. ആദ്യത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററും സെക്കൻഡ് യൂണിറ്റിൽ 2 ചാപ്റ്ററുമാണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചാർലി ചാപ്ലിൻ്റെ സബ്സെ ബഡെ ഷോമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ജീവചരിത്രമാണ് എടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഹിന്ദി പാഠപുസ്തകത്തിലെ 3rd യൂണിറ്റിലേക്കാണ് പോകുന്നത്. 3rd യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടി നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ അവസാനിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട റിവിഷൻ തുടങ്ങേണ്ട ഒരു സാഹചര്യമുള്ളതിനാൽ നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ കണ്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വാട്സപ്പിൽ ക്ലിയർ ചെയ്യണം എന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേര് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം. ക്ഷാമവും അതിനുശേഷവുമുള്ള 2 അവസ്ഥകളാണ് ഈ പോയത്തിലൂടെ കവി നാഗാർജുൻ പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ഹിന്ദിയിലെ പ്രമുഖ സാഹിത്യകാരനായ നാഗാർജുൻ എന്ന് പറഞ്ഞ കവിയാണ്. അദ്ദേഹത്തിൻ്റെ അകാൽ ഔർ ഉസ്കെ ബാദ് എന്നുള്ള കവിതയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ആ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കാണുന്ന ഒരു സെൻറ്റൻസ് ഒന്ന് നോക്കുക. हर एक सभी के लिए, सब हर एक के लिए सुने प्रकृति की पुकार. ഇവിടെ പറയും നോക്കൂ, ഹർ ഏക് സബിക്ക് ലിയെ. ഹർ ഏക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും, സബിക്ക് ലിയെ എല്ലാവർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, സബ് ഹർ ഏക് കെ ലിയെ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, അവരവർക്ക് വേണ്ടി. അതായത് എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന സമയത്ത് തന്നെ അവനവനും വേണ്ടി ജീവിക്കണം. സുനേം പ്രകൃതിക്ക് പുക്കാർ, പ്രകൃതിയുടെ വിളി. പ്രകൃതിയുടെ പുക്കാർ എന്ന് പറഞ്ഞാൽ വിളിയാണ്. പ്രകൃതിയുടെ വിളി കേൾക്കാം, നമുക്ക് പ്രകൃതിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. ഇവിടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കവിത, ഒരു 8 വരിയാണ് ആകെ ഈ കവിതയിലുള്ളൂ. ആദ്യത്തെ 4 വരി അകാൽ, ക്ഷാമമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത 4 വരി ക്ഷാമത്തിന് ശേഷം വരുന്ന സമ്പുഷ്ടമായ ജീവിതമാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, നോക്കൂ. അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം. നാഗാർജുൻ. ഓക്കെ. കൈ दिनों तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी बीत पर छिपकलियों की गश्त. कई दिनों तक चूहों को भी हालत रही शिकस्त. ഇതാണ് ആദ്യത്തെ 4 ലൈനുകൾ. നോക്കൂ, എല്ലാ വരിയിലും സ്റ്റാർട്ടിങ്ങിൽ കൈ ദിനോം തക്ക്. എന്താണ് കൈ ദിനോം തക്ക് എന്നാണ്? കുറേ ദിവസങ്ങളായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറേ നാളുകളായി ഈ അവസ്ഥ. നോക്ക് എന്താ പറയുന്നത്? കൈ ദിനോ തക്ക് ചുൽഹ രോയ ചക്കി രഹി ഉദാസ്. കുറേ ദിവസങ്ങളായി. ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്. കുറേ ദിവസങ്ങളായി അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല് സങ്കടപ്പെട്ടിരിക്കുന്നു കുറേ ദിവസങ്ങളായി. ചക്കി എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്. ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത വരി പറഞ്ഞു നോക്കൂ. കൈ ദിനോ തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുറേ ദിവസങ്ങളായിട്ട് ഒരു പട്ടി ആ ആട്ടുകല്ലിൻ്റെയും അടുപ്പിൻ്റെയും ഇടയിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ 2 ലൈനുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ കുറേ ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പ്രദേശത്ത്, ഒരു പ്രത്യേക പ്രദേശങ്ങളെ മൊത്തം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ക്ഷാമം. അത് കുറേ ദിവസങ്ങളായി, പെട്ടെന്നൊരു ദിവസം ഉണ്ടായിരുന്നതല്ല, കുറേ ദിവസങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഈ ക്ഷാമ സമയത്ത് അടുപ്പ് കരയാന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അടുപ്പിലേക്ക് പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങളൊന്നും വെച്ച് കൊടുക്കുന്നില്ല,
കത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അടുപ്പ് പിന്നെ കരഞ്ഞു എന്ന് പറയുന്നതും ആട്ടുകല്ല് സങ്കടപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആട്ടുകല്ലിലൊക്കെ ഉണ്ടാക്കി അത് ഭക്ഷണമാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ വിശന്ന് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു പട്ടി, ഒറ്റക്കണ്ണുള്ള കാനി കുത്തിയാണ് ഒരു ഒറ്റക്കണ്ണുള്ള ഒരു പട്ടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഭക്ഷണം ഉണ്ടാക്കി അതിൻ്റെ വേസ്റ്റ് കിട്ടിയാലാണ് അവന് ജീവിക്കാൻ പറ്റുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. കൈ ദിനോം തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. സോയി ഉൻകെ പാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കിടക്കുക. അതായത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റുകൾ കിട്ടുമ്പോഴാണ് ഈ പട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ പറയും നോക്കൂ, കൈ ദിനോ തക്ക് ലഗി ബീത്ത് പർ ചിപ് കലിയോ കി ഗസ്ത്. കുറേ ദിവസങ്ങളായി ബീത്ത് പർ, ബീത്ത് എന്ന് പറഞ്ഞാൽ ഭിത്തി, ചുമരുകൾ ചിപ് കലിയോ കി ഗസ്ത്. ഈ പിന്നെ പല്ലിയുടെ, ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലിയുടെ ഉലാത്തലൊന്നും ഇല്ല. പല്ലിയൊന്നും ഈ പിന്നെ എന്തില്ല, ഈ ചുമരിലൂടെ സഞ്ചരിക്കുന്നില്ല. ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പല്ലിയൊന്നും സഞ്ചരിക്കുന്നില്ല. കൈ ദിനോ തക്ക് ചുഹോം കോ ബി ഹാലത്ത് രഹി ഷിക്കസ്ത്. കുറെ ദിവസങ്ങളായി ചുഹോം എന്ന് പറഞ്ഞാൽ എലികൾ, ചുഹോം കോ ബി ഹാലത്ത്, എലികളുടെ അവസ്ഥയും, ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ, രഹി ഷിക്കസ്ത് പരാജയത്തിലാണ്. അതായത് ഒരു പിന്നെ ക്ഷാമം വരുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള മനുഷ്യരുടെ മാത്രമല്ല അവിടെ ജീവിക്കുന്ന സകല ജാതി ജീവികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് ക്ഷാമം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എലികളുടെയും പല്ലികളുടെയും പട്ടിയുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണെന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്ഷാമം എന്നുള്ളത് ഒരു ദിവസമോ 2 ദിവസമോ നിൽക്കുന്ന ഒരു സംഭവമല്ല. അത് ദീർഘനാളായി കുറച്ച് സമയങ്ങളിലായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രദേശത്ത് ഉണ്ടാവുന്ന ഒന്നാണ് ക്ഷാമം. അതിൻ്റെ ആ ഭീകരതയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. ഒന്നുകൂടി നോക്കൂ. കൈ ദിനോ തക്ക് ചുൽഹാരോയ ചക്കിരഹി ഉദാസ്. കൈ ദിനോ തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കൈ ദിനോ തക്ക് ലഗി ബീത്ത് പർ ചിപ് കലിയോ കി ഗസ്ത്. കൈ ദിനോ തക്ക് ചുഹോം കോ ബി ഹാലത്ത് രഹി ഷിക്കസ്ത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 വരി നന്നായിട്ട് വായിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ മീനിങ് ഒക്കെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കാം. ഓക്കെ, എന്നിട്ട് അത് കൃത്യമായിട്ട് വീഡിയോയിൽ കണ്ടിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഫസ്റ്റ് 4 വരിയെ എങ്ങനെയാണ് കവി വർണ്ണിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായി വായിക്കുന്നതിലൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ക്ഷാമം എന്നുള്ള അവസ്ഥ കഴിഞ്ഞു. അത് കുറേ ദിവസങ്ങളായി ആളുകൾ പ്രയാസപ്പെട്ടു, കുറേ ജീവികൾ ചത്തുപോയി. പിന്നെ മറ്റുള്ള ജീവികൾ അവിടെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ ക്ഷാമം മാറി മഴയൊക്കെ പെയ്ത് നല്ല ഐശ്വര്യ സമ്പുഷ്ടമായൊരു ജീവിതം വരിക. അതിനെക്കുറിച്ചിട്ടാണ് അടുത്ത 4 വരിയിൽ പറയുന്നത്. നോക്കൂ. ദാനെ ആയെ ഘർ കെ അന്തർ കൈ ദിനോं के बाद, धुआं उठा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर पर की आंखें कई दिनों के बाद, कौवे ने गुजलाई पांखें कई दिनों के बाद. ഇവിടെ പറയുന്നത് ദാനെ ആയെ ഘർ കെ അന്തർ കൈ ദിനോं के बाद. ഈ വരികളിൽ 4 വരികളിൽ അവസാനം നമുക്ക് കാണാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ ദിനോം തക്ക് എന്നുള്ളത് ഇവിടെ മാറി കൈ ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം. എല്ലാ വരികളിലുണ്ട് ദാനെ ആയെ, അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ എത്തി. ദാനെ ഘർ കെ അന്തർ, വീട്ടിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തി. കൈ ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തി. ദുആം ഉഠ ആംഗൻ സെ ഊപ്പർ കൈ ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക്, ആദ്യം അതെടുക്കുക, ആ വാക്കിന്റെ അർത്ഥം എടുത്തിട്ട് അർത്ഥം പറയാം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ദുആ മുട, പുക പൊന്തി. ആംഗൻ സെ ഊപ്പർ, മുറ്റത്തിലൂടെയും മട്ടുപ്പാവിലൂടെയൊക്കെ പുക പൊന്താൻ തുടങ്ങി. അതായത് അടുപ്പ് കത്തിക്കുമ്പോഴാണ് ഈ പുക വരുന്നത് അല്ലേ. ഭക്ഷണ സാധനങ്ങൾ വന്ന സമയത്ത് അടുപ്പ് കത്തിച്ചു, അതിന്റെ പുകയൊക്കെ വന്നു. ചമക് ഉടീം ഘർ പർ കി ആംഖേം കൈ ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം ചമക്കുടി എന്ന് പറഞ്ഞാൽ തിളങ്ങുക, പ്രകാശിക്കുക, സന്തോഷമുണ്ടാകുക. ഘർ പർ കി ആംഖേം, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടുകാരുടെ കണ്ണുകൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി, വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടായി. കാരണം എന്താ, വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിയപ്പോൾ വീട്ടിലത്തെ അംഗങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടായി. അതാണ് ഘർ പർ കി ആംഖേം കൈ ദിനോं തക്ക് ചമക്കുടി എന്ന് പറയുന്നത്. ചമക്കുടി പറഞ്ഞാൽ തിളങ്ങുക, പ്രകാശിക്കുക എന്നൊക്കെ അർത്ഥം. കൗവേനെ കുച്ച്ലായി പാങ്കേം കൈ ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം കാക്ക
ചിറകിട്ടടിച്ചു വന്ന് അതിൻ്റെ കൊക്കുകൾ കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊത്തിയെടുക്കുന്നു. ഉച്ചലായി പാങ്കേം കൈ ദിനക്കെ ബാദ്. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ കാക്കകൾ ചിറകിട്ടടിച്ച് വരും, കൊക്ക് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊത്തിയെടുത്ത് അവർ ഭക്ഷണമായിട്ട് അവർ തിരിച്ചു പോകും. ഈ അവസ്ഥയാണ് ഐശ്വര്യമായിട്ടുള്ള ജീവിതം. അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ ഭക്ഷണ സാധനങ്ങൾ കിട്ടുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും, വീട്ടുകാർക്കും സന്തോഷം, അതിൻ്റെ വേസ്റ്റുകൾ കിട്ടുന്ന പക്ഷികൾക്കും മറ്റ് ജീവികൾക്കൊക്കെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് അവസ്ഥയെക്കുറിച്ചിട്ട്, ഭക്ഷണമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും ക്ഷാമത്തിനെ കുറിച്ചിട്ടും അതിനുശേഷം ഭക്ഷണം വീട്ടിൽ വന്ന അവസ്ഥയെക്കുറിച്ചിട്ടുമാണ് ഈ 4 വരികളിലൂടെ കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ഇതിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു വർക്കാണ് ഞാൻ തരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് വാട്സപ്പിൽ ചെയ്യാനുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, പേജ് നമ്പർ 53. അപ്പോൾ അത് നമുക്ക് പിന്നെ ആ ഗ്രൂപ്പിൽ തന്നെ ചെയ്യാം. ഇവിടെ നിങ്ങളിപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു വർക്ക് ഇതാണ്. പേജ് നമ്പർ 53 53 നോക്കൂ. കവിനെ അകാൽ കാ ചിത്രൻ കിസ് പ്രകാർ കിയ ചർച്ച കരെ. അതിവിടെ കൊടുത്തിട്ടുണ്ട്. കവി അകാൽ എന്നുള്ള അവസ്ഥയെ എങ്ങനെയാണ് പിന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് അകാൽ എന്ന് എഴുതിയിട്ട് ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ചുൽഹേക്കാരോന, അടുപ്പിൻ്റെ കരച്ചിൽ. അതേപോലെ ബാക്കിയുള്ള സംഭവങ്ങളെ താഴത്തേക്ക് എഴുതുക. അതേപോലെ പേജ് നമ്പർ 54 കാണാം, കവി അകാൽ കെ ബാദിനെ, അകാലിന് ശേഷം വരുന്ന സമ്പൽ സമൃദ്ധിയെ കവി എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതും ഇവിടെ ഒരു പിന്നെ സെന്റൻസ് തന്നിട്ടുണ്ട്. അകാൽ കെ ബാദ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഗർ കെ അന്തർ ദാനെ കാന, വീട്ടിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾ വരിക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കണം. ടെക്സ്റ്റ് നോക്കിയിട്ട് വൃത്തിയിൽ ആ വരികൾ അതേപോലെ എഴുതി വെക്കരുത്, ആ പോയിന്റ്സ് മാത്രമാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അതന്നെയാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ്സ്, അകാലിൻ്റെ സമയത്ത് എന്തൊക്കെ പിന്നെ വീട്ടിലുണ്ട് നടന്നു, അതുപോലെ അകാലിന് ശേഷം പിന്നെ വരുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചു. ഇതാണ് നിങ്ങൾ ഈ 2 രീതിയിലായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ 2 ക്വസ്റ്റ്യൻസ് എഴുതുക. കവിത നന്നായിട്ട് വായിക്കുക. കവിത വായിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മീനിങ്സ്, അറിയാത്ത മീനിങ്സ് ഒക്കെ കറക്റ്റായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് ഈ വർക്ക് ഞങ്ങൾക്ക് അയച്ചു തരാം. ബാക്കിയുള്ള അതിൽ വരുന്ന മറ്റ് വർക്കുകളും കഴിഞ്ഞ പാർട്ടിൽ പറയാതെ പോയിട്ടുള്ള ഒരു ഗ്രാമർ ഉണ്ട്. അതായത് ലഘു എന്ന് പറഞ്ഞ സഹായക്രിയയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതും നിങ്ങൾക്ക് പിന്നെ വാട്സപ്പിൽ പറഞ്ഞു തരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമുക്ക് അതിൽ തീർക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ്.